എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതിൻ്റെ പരസ്യങ്ങൾ കാണുക. പിന്നെ നമ്മുടെ നമ്പറുകളെല്ലാം വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPയുടെ ലിസ്റ്റ് ആവുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2026 ലിസ്റ്റ് ആവുന്നു എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ കറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളും അത്യാവശ്യം ഞങ്ങളുടെ ടീമും ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയപ്പോൾ ഏതാണ്ടൊരു ധാരണകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ചെന്ന് മണ്ഡലത്തിൽ ഇറങ്ങുന്നതിന് പകരം കുറച്ചുകൂടി നേരത്തെ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലാണ് BJP ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വലിയൊരു സ്ട്രാറ്റജി അവർ വർക്കൗട്ട് ചെയ്യുന്നു. കുമ്മനം രാജശേഖരൻ നേമത്ത് മത്സരിച്ചത്, കുമ്മനം രാജശേഖരൻ ആറന്മുളയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി വലിയൊരു തട്ടകം. ആറന്മുള സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ വലിയ രീതിയിൽ ആറന്മുളയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കുമ്മനത്തിന് അവിടെ സ്കൂളും മറ്റ് പരിപാടികളും കാര്യങ്ങളും കുമ്മനം രാജശേഖരനുണ്ട്. അപ്പോൾ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പത്മജ വേണുഗോപാലിൻ്റെ പേര് തൃശ്ശൂർ കേൾക്കുന്നുണ്ട്, തൃശ്ശൂരാണ് സജീവമായി കേൾക്കുന്നത്. എന്നാൽ കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി വട്ടിയൂർക്കാവിൽ വന്നാൽ ചിലപ്പോൾ സഹോദരിയെ കൊണ്ടിറക്കാൻ സാധ്യതയുണ്ട്. അത് വേറൊരു ഫൈറ്റായിരിക്കും, എങ്കിൽ രസകരമായൊരു ഫൈറ്റായിരിക്കും. സഹോദരിയുമായും ഒരു വനിതയുമായിട്ടുള്ള പത്മജ വേണുഗോപാൽ വേഴ്സസ് കെ മുരളീധരൻ. ആര് ജയിക്കുമെന്നറിയില്ല, എന്നായാലും അതൊരു നല്ല ഫൈറ്റായിരിക്കും വട്ടിയൂർക്കാവിൽ കാണാൻ കഴിയുക. വി മുരളീധരൻ്റെയും എസ് സുരേഷിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേരാണ് കഴക്കൂട്ടത്ത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ മാനദണ്ഡമെന്ന് നമുക്കറിയത്തില്ല. കാരണം ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ പ്രാവശ്യം നിന്നവർ വീണ്ടും നിൽക്കണോ, അങ്ങനെ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്താണ്, കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും BJP ചെയ്യുന്നത്. പക്ഷേ ആ ഭാഗം എനിക്കറിയില്ല, അകത്തുള്ള കാര്യങ്ങളാണ്. എന്തായാലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമോ, ഇനി വി മുരളീധരൻ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പോകുമോ എന്നുള്ള ചോദ്യവും കൃത്യമായി നിൽക്കും. തിരുവനന്തപുരം സെൻട്രലിൽ VV രാജേഷിൻ്റെ പേരാണ് വളരെ കഠിനമായി നിൽക്കുന്നത്. പക്ഷേ അവിടെ കൃഷ്ണകുമാർ മത്സരിച്ചു, സിനിമാ നടൻ. ഇനി മൂന്നാമതൊരു ഹിന്ദുവിൻ്റെ പേര് അവിടെ വരുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. കാര്യം ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. ശങ്കരനാരായണ പിള്ള അടക്കമുള്ള ആളുകൾ ജയിച്ചിട്ടുള്ള പ്രദേശമാണ്, മന്ത്രിയൊക്കെയായി അദ്ദേഹം. അതുകൊണ്ട് ഇനി അവിടെ ആര് വരും. കോന്നിയിലോ മഞ്ചേശ്വരത്തോ സുരേന്ദ്രന് താല്പര്യമില്ല മത്സരിക്കാൻ. രണ്ടിടത്ത് മത്സരിച്ചതാണ്, കഴിഞ്ഞ പ്രാവശ്യം താല്പര്യമില്ല. വർക്കലയിൽ സുരേന്ദ്രനെ ഒരു സാധ്യത നോക്കുന്നുണ്ട്. കാര്യം ശിവഗിരിയുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ സുരേന്ദ്രന് താല്പര്യം തൃശ്ശൂരിലാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് കറക്കമാണ്, ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ഒരു സർക്കിൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് തീരുമാനിച്ചിട്ടായതിലേ അതനുസരിച്ച് അടുത്ത സ്ഥലത്തേക്ക് വരും. കാരണം പത്മജയെ തൃശ്ശൂർ തീരുമാനിച്ചാൽ പിന്നെ സുരേന്ദ്രനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു സർക്കിളാണ്, അതാണ് എൻ്റെ കഥ. പിന്നെ ചെങ്ങന്നൂർ ശ്രീധരൻപിള്ള സാറ്, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഗവർണർ സ്ഥാനം കഴിഞ്ഞ് വന്നു, അദ്ദേഹമുണ്ട്. അദ്ദേഹം നേരത്തെ ചെങ്ങന്നൂർ മത്സരിച്ചിരുന്നതാണ്. അത് വലിയ ഭീഷണി എതിരാളികൾക്ക് ഉയർത്തിയതാണ്, വിഷ്ണുനാഥിനൊക്കെ. അതുപോലെ തന്നെ പിന്നെ കുമ്മനം രാജശേഖരൻ ഗവർണറായതിനു ശേഷം മത്സരിച്ചു. അതുകൊണ്ട് ശ്രീധരൻപിള്ള വീണ്ടും രാഷ്ട്രീയത്തിൽ പോയാലും അത്ഭുതമില്ല, അദ്ദേഹം മത്സരിച്ചേക്കാം. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കായംകുളത്തേക്കും കേൾക്കുന്നുണ്ട്. കായംകുളം കേന്ദ്രീകരിച്ചവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുതുക്കാട്, തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് മണ്ഡലം വലിയ തോതിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത്. അപ്പോൾ അവിടെയും ചില സാധ്യതകളുണ്ട്. എന്തായാലും തൃശ്ശൂരിലും ഉണ്ട് ശോഭ. തിരുവല്ലയിൽ തന്നെയായിരിക്കും അനൂപ് ആൻ്റണി മത്സരിക്കുക. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളായി. പിന്നെ രമേശ് കോഴിക്കോടാണ്, MD രമേശ് കോഴിക്കോട് മത്സരിക്കുന്നു. PC ജോർജ് ആണെങ്കിൽ ഈരാറ്റുപേട്ട മത്സരിക്കും. ഷോൺ ജോർജ് ആണെങ്കിൽ പാലായിൽ മത്സരിക്കും. ഇങ്ങനെ ഓരോരുത്തർ വളരെ ഗൗരവമായിട്ടുള്ള സീറ്റ് പങ്കുവയ്ക്കൽ നടന്നു വരുന്നു. പിന്നെ NN കൃഷ്ണദാസ് ഉണ്ട്, അദ്ദേഹം കാട്ടാക്കട തന്നെയാണ്, നിരന്തരം നിൽക്കുന്നു. കാട്ടാക്കട അദ്ദേഹം ഇങ്ങനെ ജയിച്ചേ അടങ്ങുള്ള നിലയിൽ കാട്ടാക്കട തന്നെയുണ്ട്. ഇപ്പോഴും കൃഷ്ണദാസ് മിക്കവാറും കാട്ടാക്കടയായിരിക്കും. പിന്നെ പത്മനാഭൻ കണ്ണൂരിൽ നിന്ന്, ധർമ്മടത്ത് നിന്ന് കണ്ണൂരിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വളരെ വ്യാപകമായ സീനിയർ രാജഗോപാൽ മത്സരിക്കാൻ സാധ്യതയില്ല. വളരെ സീനിയർ ആയിട്ടുള്ള എല്ലാ നേതാക്കളും തെരഞ്ഞെടുപ്പിലേക്ക് പോയി വലിയ മാറ്റമുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോഴും ഒരു കാര്യം BJPയോട് പറയാനുള്ളത്, നിങ്ങൾ സ്ഥാനാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യരുത്. കൃത്യമായൊരു ഹോംവർക്കും നാട്ടിലെ ആളുകളുടെ, ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ആളുകളുടെ ഒരു പൾസ് കൂടി ഏതെങ്കിലും സംവിധാനത്തിൽ സോഴ്സിലൂടെ അറിഞ്ഞുകൊണ്ട് വേണം തീർച്ചയായും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ. അങ്ങനെയാവുമ്പോഴാണ് സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത ഏറുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.